നമസ്കാരം. ഇംഗ്ലണ്ടിൽ അടഞ്ഞു കിടന്നിരുന്ന ഒരു മുൻ കാസിനോയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള കഞ്ചാവ് കൃഷി കണ്ടെത്തി. ഒരു വലിയ കൊമേഴ്സ്യൽ ഏരിയയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നോർത്താംപ്ടൺ ടൗണിലെ 3 നിലകളുള്ള വലിയൊരു കെട്ടിടമാണ് ഇത്. ഇതൊരു വ്യവസായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറെ നാളുകളായി ഇവിടെ ഇത്തരത്തിലെന്തോ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒരാളെ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ കെട്ടിടത്തിലേക്ക് പോലീസ് പ്രവേശിക്കാനെത്തിയപ്പോൾ ചെറിയ തോതിലുള്ള ബലപ്രയോഗം ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നീട് പോലീസ് അകത്തേക്ക് പ്രവേശിച്ചു. ഇവിടുത്തെ പല വാതിലുകളും ഇഷ്ടിക വെച്ച് അടച്ചിരിക്കുകയായിരുന്നു. ചില വാതിലുകളിലാകട്ടെ വലിയ ഇരുമ്പ് കമ്പികൾ കൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലും ഇവർ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ഇവയെല്ലാം നീക്കം ചെയ്താണ് പോലീസ് അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. 3 നിലകളിലായി വളരെ വിശാലമായ രീതിയിൽ, വളരെ ആസൂത്രിതമായ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കഞ്ചാവ് വളർത്തുന്നതായിട്ടാണ് ഇവിടെ കണ്ടത്. 3 നിലകളിലായി ആയിരക്കണക്കിന് കഞ്ചാവ് ചെടികളാണ് ഇവിടെ ഇവർ വളരെ നാളുകളായി വളർത്തിയിരുന്നത്. ഇത്രയും ചെടികളുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ മൂല്യം എത്രയാണ് എന്നുള്ള കാര്യം ഇനിയും കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിരിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാനോ മറ്റോ ആരെങ്കിലും ശ്രമിക്കുമെങ്കിലോ എന്നുള്ള മുൻകരുതലായിട്ടാണ് ഇവിടെ ഇത്രയും വലിയ പോലീസ് സന്നാഹമൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വലിയൊരു പാഠമാണെന്നാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിക്കുക, അവർ അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ മാത്രമാണ് പിടികൂടിയത് എങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്ക് സംവിധാനങ്ങൾ, അതായത് വലിയ തോതിൽ വിലപിടിപ്പുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഇവർ ഈ കഞ്ചാവ് കൃഷി യഥേഷ്ടം നടത്തിയിരുന്നത്. ഇവർ എത്ര നാളായി ഇവിടെ ഈ കൃഷി തുടങ്ങിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പിടിയിലായ വ്യക്തിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും തന്നെ ഇക്കാര്യത്തിൽ വളരെ മുൻകരുതലാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തോതിൽ ഒരു കഞ്ചാവ് കൃഷി നടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഏതോ വലിയ ശക്തികൾ തന്നെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. സാധാരണയായി വളരെ കാലമായി അടഞ്ഞു കിടന്നിരുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കുറച്ച് നാൾക്ക് മുമ്പാണ് ജനങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് അവർ പോലീസിന് വിവരം അറിയിക്കുകയും ഇവരുടെ ചലനങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ച പോലീസ് കൃത്യമായി അവിടെ എത്തി ഈ സംഘത്തെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തത്. ഒരാളിനെ മാത്രമേ പിടികിട്ടിയുള്ളൂ എങ്കിലും ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും കഴിയും. ഏതായാലും എത്രയോ കോടികൾ വില വരുന്ന കഞ്ചാവ് ചെടികൾ തന്നെയാണ് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്തരം മയക്കുമരുന്നുകൾക്ക് ഇന്ന് വിപണിയിൽ വളരെ ഉയർന്ന വിലയാണ് പലപ്പോഴും ഈ കച്ചവടക്കാർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യം അളക്കാൻ ഇനിയും ഒരുപക്ഷെ കൂടുതൽ സമയം വേണ്ടി വന്നേക്കും. അതിനുള്ളിൽ തന്നെ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ഇനി ബാക്കിയുള്ള ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്യും എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പിടികൂടിയാൾ ഒരുപക്ഷെ വെറും ജീവനക്കാരൻ മാത്രമായിരിക്കാനാണ് സാധ്യത.